So, field of view of mirrors. അതാണ് നമ്മൾ പറയുന്ന വീക്ഷണ വിസ്തൃതി. ഫീൽഡ് ഓഫ് വ്യൂ. എത്ര ദൂരം വരെയും നമുക്ക് നമ്മളുടെ മിററിനകത്ത് കാണാൻ പറ്റും. ഫീൽഡ് ഓഫ് വ്യൂ ആൻഡ് നേച്ചർ ഓഫ് ഇമേജസ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു, മിറർ 3 തരമുണ്ട്. പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ. ശരിയല്ലേ? നമുക്ക് ആദ്യം പ്ലെയിൻ മിററിന്റെ കാര്യം പഠിക്കാം. പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞ? വാട്ട് ആർ ദ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജിന്റെ പ്രത്യേകത ഒന്ന്, അതിന് അതേ സൈസാ അല്ലേ? സെയിം സൈസ് ആയിരിക്കും. പിന്നെ ഒബ്ജക്റ്റിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരം തന്നെയായിരിക്കും ദർപ്പണത്തിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം. വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. നന്നായിട്ട് പഠിച്ച് ഇത് പിന്നെ പഠിക്കാത്ത. ഒബ്ജക്റ്റ് ടു മിറർ, the distance between object to mirror is equal to mirror to image. മൂന്നാമത്തെ എന്നായിരുന്നു? അത് റിയൽ ഇമേജ് ആണോ അതോ വെർച്വൽ ഇമേജ് ആണോ? മിഥ്യാപ്രതിബിംബം, അങ്ങനെയല്ലേ നിങ്ങൾ പറയണത്? വെർച്വൽ ഇമേജ്, യഥാർത്ഥ പ്രതിബിംബം അല്ല. എന്നുവെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് കൈ റൈറ്റ് ഹാൻഡ് ആകും എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്ന അതൊരു മിഥ്യാ പ്രതിബിംബമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് നേരെയായിട്ടാണോ നമ്മൾ കാണുന്നത്, തലകീഴായിട്ടാണോ കാണപ്പെടുന്നത്? അപ്പം ഇറക്റ്റ് അല്ലെങ്കിൽ നേരെ കാണുന്നു. ഇതാണ് 4 പോയിന്റ് എഴുതണ്ട കേട്ടോ. വാട്ട് ആർ ദ, അതായത് പ്ലെയിൻ മിററിൽ, പ്ലെയിൻ മിറർ എന്നുള്ളതിന് എന്നാ പറയണേ? സമതല ദർപ്പണം അല്ലേ? സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? വസ്തുവിന്റെ അതേ വലിപ്പമായിരിക്കും, വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള അതേ ദൂരമായിരിക്കും, ദർപ്പണത്തിൽ നിന്ന് ഇമേജിലേക്കുള്ള പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. ഇത് നൽകുന്നത് മിഥ്യാപ്രതിബിംബമായിരിക്കും. പ്രതിബിംബം നേർ പ്രതിബിംബമായിരിക്കും, നേരെ നിൽക്കുന്നത്. അങ്ങനെയല്ലേ പറയുന്നത്? അപ്പം 4 പോയിന്റുകൾ കിട്ടി. ദാറ്റ് ഈസ് അബൌട്ട് പ്ലെയിൻ മിറർ. അന്ന് ആൻസർ പറഞ്ഞ പോലെ 3 പോയിന്റ് അല്ല, അതാണ് ഞാൻ ഇന്ന് നേരെയോടെ ചേർത്ത് 4 പോയിന്റ് ആക്കി എഴുതി തന്നത് കേട്ടോ. 4 പോയിന്റും പഠിക്കണം. സെക്കൻഡ് വൺ, കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ എങ്ങനെയിരിക്കും? കോൺവെക്സ് എന്നാണോ മലയാളത്തിലും? പിന്നെ എളുപ്പമുണ്ട്. കോൺവെക്സ് എന്ന് പറഞ്ഞാല് ഇതാണ് നമ്മുടെ മിറർ എങ്കിൽ, അതായത് ഒരു സ്പെറിക്കൽ മിററിന്റെ പാർട്ടാണിത്. മനസ്സിലായി? വട്ടത്തിലിരിക്കുന്ന വൃത്താകൃതിയിലുള്ള ഒരു മിറർ കണ്ടിച്ചെടുക്കുന്നതാണ് ഇത്. കണ്ടോ? ഈ വശം ഇങ്ങനെ പോളിഷ് ചെയ്തിരിക്കും. പോളിഷ് ചെയ്തിരുന്നാൽ 1-2 പോയിന്റുകൾ ഞാൻ പറയാം. ഇതിന്റെ നടുക്കൂടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകും. പേജ് നമ്പർ അടുത്തതെടുത്തേ. പേജ് നമ്പർ അടുത്തതെന്ന് പറഞ്ഞാൽ പേജ് നമ്പർ 85. അതിനെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് പറയുന്നത്. അതിന്റെ മലയാളം എന്നാണ്? പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് അതിവിടെ ഒരെണ്ണം തട്ടി. ഇപ്പൊ നോക്കുക, ഒന്നുകൂടി ഞാൻ ഒരെണ്ണം വരച്ച് കാണിക്കാം. കോൺവെക്സിൽ എങ്ങനെയാണ് ഇമേജ് ഉണ്ടാകുന്നത്? ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് ഇവിടെ വന്ന് ഇടിക്കും. ശരിയല്ലേ? ഇവിടെ വന്ന് ഇടിച്ചേച്ച് ഇതിവിടെ നിന്ന് ഇങ്ങനെ ഇടിച്ചേച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് തിരിച്ചു പോകും. കണ്ടോ? അപ്പൊ തിരിച്ചു പോയതിനെ
എനിക്ക് ഇവിടുന്ന് തിരിച്ചു പോയതിന് ഞാൻ നേർരേഖ വരച്ചു കഴിഞ്ഞാൽ അതൊരു പോയിന്റ് വന്ന് മുട്ടും. അതാണ് അതിൻ്റെ ഫോക്കസ്. മനസ്സിലായോ? പ്രിൻസിപ്പൽ ആക്സിസ് ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റിൽ നിന്നുള്ള ഒരു ലൈറ്റ് റേ വന്ന് കണ്ണാടിയെ വീണ് കഴിഞ്ഞാൽ, കോൺവെക്സ് വീണ് കഴിഞ്ഞാൽ അത് തിരിച്ച് പുറത്തേക്ക് പോവും. അതിനെ തിരിച്ച് കൂട്ടിമുട്ടിപ്പിക്കുമ്പോൾ ആ പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു പോയിന്റിൽ മുട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കസ്. ഇനി അതുപോലെ തന്നെ താഴെ ഒരു റേ വരച്ചാലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടുന്ന് ഒരു റേ വന്ന് ഇവിടെ വന്ന് വീണ് ഇവിടെ വന്ന് വീണിട്ട് അവിടെ ഇടിച്ച് അതും തിരിച്ചു പോകുന്നു ഇങ്ങോട്ട്. അപ്പം അതിനെയും നമ്മൾ അതുപോലെ തന്നെ നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഇതിലേ കടന്നു പോകും, ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി ഫോക്കസിന്റെ എത്രയാണോ അതിന്റെ നടുവായിരിക്കും സി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സെന്റർ ഓഫ് ഇതിനെ നമ്മൾ ഒരു സർക്കിളായിട്ട് പൂർത്തീകരിച്ച് ആ സർക്കിളിന് ഒരു സെന്റർ ഉണ്ടായിരിക്കുമല്ലോ. അതായത് ഏത് സ്പിയർ വെച്ചാണോ നമ്മൾ നമ്മുടെ മിറർ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ വട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതൊരു സ്പിയർ അല്ലെ സർക്കിൾ ആയിരിക്കും, സ്പിയർ ആയിരിക്കും. ആ സ്പിയറിന്റെ സെന്ററിനെയാണ് സി എന്ന് വിളിച്ചത്. അപ്പൊ ഈ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് പി, പോള്. പി ആണ് പോൾ, എഫ് ആണ് ഫോക്കസ്, സി ആണ് സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചർ. ഈ 3 പോയിന്റിന്റെ മലയാളം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പം ഇനി ഇതിനകത്ത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഉണ്ടാകുന്ന ഇമേജുകളുടെ പ്രത്യേകത പറഞ്ഞിട്ട് പോകാം. ഇമേജ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ പോൾ ഓഫ് ദ മിറർ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. പോൾ എന്ന് പറഞ്ഞാൽ ഏതാ? ഇത് അല്ലേ? പോളിനും ഫോക്കസിനും ഇടയ്ക്കായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. ഇമേജ് ഫോംഡ്, പേജ് നമ്പർ 82 രണ്ടാമത്തെ കോൾ എടുത്തേ. ഫോംഡ് ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ്. അവിടെ കണ്ടോ കോൺവെക്സ് മിറർ എന്ന് കണ്ടോ? കോൺവെക്സ് മിറർ എന്ന് കണ്ടോ? അതിന്റെ ഫസ്റ്റ് പോയിന്റ് വായിച്ച്. ഇമേജ്, പ്രതിബിംബം എവിടെ ഉണ്ടാകും? പോളിന് പോൾ എന്ന് തന്നെയാണോ പറയണേ? പേജ് നമ്പർ 85 താഴത്തെ നീലക്കോളത്തിൽ രണ്ടാമത്തെ കോളം. വക്രത ആരം വസ്തുവിന്റെ ഉയരം. വക്രത ആരം വസ്തുവിന്റെ ഉയരം. വക്രത എടോ അതല്ലടോ, പേജ് നമ്പർ 82 കണ്ടോ? 82 കണ്ടു. അതിനകത്ത് രണ്ടാമത്തെ ടേബിൾ 4.2 രണ്ടാമത്തെ കോളം കണ്ടോ? രണ്ടാമത്തെ കോളത്തിൽ എന്നെ എഴുതിയേക്കുന്നത് പോളിനും ഇടയിൽ പ്രതിബിംബം. ഏതിനൊക്കെ ഇടയിൽ ഉണ്ടാകുന്നേ? മുഖ്യ ഫോക്കസിനും പോളിനും. ഫോക്കസ് തന്നെയാ കേട്ടോ അതിന് പറയണേ. കണ്ടോ ഇത് വാക്കിന് വേറെ മാറ്റിയില്ലല്ലോ. ഫോക്കസിന് നമ്മൾ മുഖ്യ ഫോക്കസ് തന്നെ പറയും. ഓക്കെ, അതാണ് എനിക്ക് അത് അറിയാനാണ് അത് ഞാൻ വായിച്ചത്. അപ്പം കോൺവെക്സിൽ എവിടെ വീണാലും എവിടെയാ ഉണ്ടാകുന്നത്? ഫോക്കസിനും എഫിനും പോളിന് തന്നെയല്ലേ എഴുതിയേക്കുന്നത്. പോളിനും ഇടയ്ക്ക് പ്രതിബിംബം രൂപപ്പെടും. അടുത്ത പോയിന്റ് എന്നാ? പ്രതിബിംബം മങ്ങിയതായിരിക്കും. അങ്ങനെയുണ്ടോ അവിടെ? ചെറുതായിരിക്കും. ചെറുതെന്ന് പറയുമ്പം ഡിമിനിഷ്ഡ്. ചെറുത്. അടുത്തത് മിഥ്യ എന്ന് പറയുമ്പം വെർച്വൽ. മിഥ്യ പ്രതിബിംബമായിരിക്കും, ശരിക്കുള്ളതല്ല. പിന്നെ അടുത്തത് എറക്റ്റ്, നേരെയുള്ളത്. എറക്റ്റ്.
ഇത് തന്നെയല്ലേ മുമ്പത്തതും? മിഥ്യ അവിടെ അത് തന്നെയാണല്ലോ. ഇറക്റ്റ് അവിടെ അത് തന്നെയാണല്ലോ. ചെറുതിന് പകരം എന്നായിരുന്നു? ചെറുതിന് പകരം അവിടെ സെയിം സൈസ് ആയിരുന്നു, ഇവിടെ ചെറുതായിപ്പോയി. അവിടെ എത്ര ദൂരാണ് അങ്ങോട്ട് അത്രയും ദൂരമായിരുന്നു ഇങ്ങോട്ട്. ഇവിടെ എന്നാ പറ്റി? ഇവിടെ ഫോക്കസിനും പോളിനും ഇടയ്ക്കുണ്ടാകുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? എന്നാ ഒന്ന് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പെട്ടെന്ന് മനസ്സിലായിക്കേ. ഒരു മിനിറ്റ്, ഞാൻ ചായ കുടിച്ചു. അലീന, ഞാൻ ഒന്നോടെ പറഞ്ഞു തരട്ടെ. പ്ലെയിൻ മിറർ അല്ലെ സമതല ദർപ്പണം ആയിരുന്നു. അപ്പം കോൺവെക്സിന് നിങ്ങൾ തന്നെ വക്രദർപ്പണം. കുഴപ്പമൊന്നുമില്ലല്ലോ. പ്ലെയിൻ മിറർ ആയിരുന്നപ്പം സെയിം സൈസ്. ഓക്കെ, ഇവിടെ ആയിരുന്നപ്പോലോ സെയിം സൈസിന് നേരെ ഇവിടെ ആകുമ്പോ എങ്ങനെയാവും? കോൺവെക്സിൽ എങ്ങനെയാ? സെയിം സൈസിനൊക്കെ പകരം അതേ വലുപ്പത്തിന് പകരം ചെറുതായി അല്ലേ? ചെറുതായി. അങ്ങോട്ട് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം തുല്യമായിരുന്നു. ഇവിടെ എവിടെയാ ഇമേജ് ഉണ്ടാകുന്നത്? പോളിനും എഫിനും ഇടയിൽ. വെർച്വൽ അത് തന്നെ അല്ലേ? മിഥ്യാപ്രതിബിംബമായിരിക്കും, നേരെയുള്ള പ്രതിബിംബം. അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ നോക്കി എന്നെ എളുപ്പ പഠിക്കാന്ന്. കാര്യം മനസ്സിലായില്ലേ? ഈ പടം വരയ്ക്കാൻ പഠിക്കണം. ഇത് വരച്ചേച്ച് അതിനകത്ത് എങ്ങനെയാണ് ഈ ഫോക്കസ് വരയ്ക്കുന്നത്. ഇപ്പം പി മുതൽ എഫ് വരെയുള്ള ദൂരത്തിന് ഞാൻ എഫ് എന്ന് എഴുതി നോക്കുക കേട്ടോ. അങ്ങനെയെങ്കിൽ പി മുതൽ എഫ് വരെയുള്ള ദൂരത്തിന് 2 കൊണ്ട് ഗുണിക്കുന്ന ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇത്. അതായത് പി മുതൽ സി വരെയുള്ള അകലം എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് പി മുതൽ എഫ് വരെയുള്ളതായിരിക്കും. ഓക്കെ, സിക്ക് നിങ്ങൾ സെന്റർ ഓഫ് കർവേച്ചർ എന്നാണോ പറയുന്നത്? അതിന്റെ മലയാളം പറഞ്ഞേ. സെന്റർ ഓഫ് കർവേച്ചർ എന്നുള്ള ആ ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിക്കാം. പേജ് നമ്പർ 83 കണ്ടോ? 83 അവസാനത്തെ മിറർ ഇക്വേഷൻ ആൻഡ് ഫോക്കൽ ലെങ്ത് എന്നുള്ള പാരഗ്രാഫിനകത്ത് കണ്ടോ ഒരു എഫ് കഴിഞ്ഞിട്ട് ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ സി ഓൺ ദ ലൈൻ. അവിടെ എന്നാ മലയാളത്തിൽ എഴുതിയേക്കുന്നത്? ഞാൻ കണ്ടില്ല. പേജ് നമ്പർ 83 മിറർ ഇക്വേഷൻ ആൻഡ് ഫോക്കൽ ലെങ്ത് എന്ന ഹെഡിങ് ഉണ്ടോ? കണ്ടു. ദർപ്പണ ഇക്വേഷൻ, അങ്ങനെ ഒരു ഇക്വേഷൻ. എന്നാ ഹെഡിങ് എന്നാ വായിച്ചേ? വക്രത കേന്ദ്രം. വക്രത കേന്ദ്രം, ഈ വക്രത്തിന്റെ കേന്ദ്രം. അപ്പം സെന്റർ ഓഫ് കർവേച്ചറിന്റെ പേരാണ് വക്രത കേന്ദ്രം. അപ്പൊ നോക്ക്, പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം അതിന് 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് പോളിൽ നിന്ന് വക്രതാ കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചറിലുള്ള ദൂരം കിട്ടുന്നത്. മനസ്സിലായോ? അതായത് ഈ ദൂരവും തുല്യമായിരിക്കും. അല്ല അതിന്റെ അർത്ഥം? പി എഫ് എന്ന് പറയണത് പി മുതൽ എഫ് വരെയുള്ള ദൂരം തന്നെയായിരിക്കും എഫ് മുതൽ സി വരെയുള്ള ദൂരം. അപ്പം സെന്റർ ഓഫ് കർവേച്ചർ, വക്രതാ കേന്ദ്രം, ഫോക്കസിന് ഫോക്കസ് തന്നെയല്ലേ? ബാക്കി എല്ലാത്തിനും വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഡിമിനിഷ്ഡ് എന്നുള്ളതിന് പകരം ചെറുത്, വെർച്വലിന് പകരം മിഥ്യ, ഇറക്റ്റിന് പകരം നേരെ. മൊത്തം ഒന്ന് മനസ്സിലാക്കി നോക്കിയാൽ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട്. ഞാനേ ഒന്നോടെ പറയാന്ന്, അവര് കേൾക്കുമ്പോഴേ അവര് നാളെ കേൾക്കുമ്പോ അവർക്കൂടെ മനസ്സിലാകണ്ടേ. ഹലോ, കേൾക്കാവോ? കേൾക്കാം. ഇൻ ദ കേസ് ഓഫ് എ പ്ലെയിൻ മിറർ റേഞ്ച് പോകുന്നതിന്റെ ആയിരിക്കും, മേ ബി ഇച്ചിരി റേഞ്ച് ഇഷ്യൂ ഉണ്ട്. കുറഞ്ഞു പോണു. പക്ഷെ അവിടുത്തെ ഒത്തിരി വെച്ച് എനിക്ക് കേൾക്കാലോ.
ഞാനിപ്പോ വാർത്ത്. ഒച്ച ഫുള്ള വെച്ചേക്കുന്നു പക്ഷെ കേൾക്കല്ല. ഓക്കെ. ആ പ്ലെയിൻ മിററിന്റെ ആണ് സെയിം സൈസ് ഉള്ള ഇമേജ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് മിറർ ഈക്വൽ ടു മിറർ ടു ഇമേജ്. The image is formed is virtual and erect. In the case of convex mirror, the image is formed between pole and focus. എപ്പോഴും അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. And the image is diminished. It is a virtual image. Also, it is an erected image. പറഞ്ഞ അലീന പറഞ്ഞ എല്ലാ പോയിന്റുകളും. പ്ലെയിൻ മിററിന്റെ പ്രത്യേകത എങ്ങനെയൊക്കെയായിരിക്കും? ഇമേജ് ഫോംഡ് ഇൻ എ പ്ലെയിൻ മിറർ. സാർ ഒച്ച തീരെ ഇല്ല.